ബാലാമണിയമ്മയുടെ പ്രശസ്തമായ ഖണ്ഡകാവ്യങ്ങളിൽ ഒന്നാണ് മഴുവിൻ്റെ കഥ. മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം മാതൃഹൃദയത്തിൻ്റെ കവി എന്നാണ് അവരെ സാഹിത്യ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും ഒരമ്മയുടെ വാത്സല്യം കവിതയിലൂടെ ചൊരിഞ്ഞു വയ്ക്കുക എന്നതാണ് ബാലാമണിയമ്മയുടെ കാവ്യലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു നനുത്ത തലോടൽ പോലെ ആ കവിത മലയാളിയെ എല്ലാ കാലത്തും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ എന്ന ശ്രേഷ്ഠമായ പദത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് ബാലാമണിയമ്മയ്ക്കറിയാം. ഓമനെ നിന്നിൽ അപൂർണത ചേർത്തിടായി ഈ മുലപ്പാലിലെ ദൗർബല്യങ്ങൾ എന്ന് അവർ എപ്പോഴും ഉള്ളിൽ കരുതിക്കൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിൻ്റെ ദുഗ്ധം, മുലപ്പാൽ എല്ലാം കൊണ്ടും പൂർണ്ണമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. അതിനകത്തുള്ള പരിമിതികളെ, അതിനകത്തുള്ള കാലുഷ്യങ്ങളെ തിരിച്ചറിയാനും കഴിയുക. പൂർണ്ണ മനുഷ്യനാവുക എന്ന് പറയുന്നത് നിരന്തര സാധനയിലൂടെ നേടിയെടുക്കേണ്ടുന്ന ഒന്നാണെന്ന് ബാലാമണിയമ്മ എപ്പോഴും കരുതി. കാലം തന്നിൽ അർപ്പിച്ച വലിയ രൂപത്തിലുള്ള പരിക്കുകൾ എന്ത് എന്നീ കവിക്ക് അറിയായികയല്ല. അവരുടെ പ്രശസ്തമായ ആ വരികളുണ്ടല്ലോ: പാപകർമ്മത്താൽ പരുത്ത കയ്യമ്മട്ടി പാവനപ്പൂവുടൽ ആശ്ലേഷിക്കും, മിഥ്യോക്തി കൗതുകം പൂണ്ട ചുണ്ടെമ്മട്ടി സത്യത്തിടമ്പിനെ യുമ്മ വയ്ക്കും എന്ന ചോദ്യം. തൻ്റെ മുന്നിലുള്ള നിഷ്കളങ്കമായ ഒരു ശിശുവിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖം കാണുമ്പോഴാണ് താൻ എത്രമാത്രം കാലുഷ്യത്തിൻ്റെ പ്രതീകമാണ് എന്ന അമ്മ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അനവധി തരത്തിലുള്ള അനുഭവങ്ങൾ അവൻ്റെ മനസ്സിനെ എത്രത്തോളം പല രൂപത്തിൽ പരിപാകപ്പെടുത്തുന്നു എന്ന്, അവൻ്റെ കൈകൾ എത്രമാത്രം പരുക്കനായി മാറുന്നു എന്ന്, പാപങ്ങളെ കൊണ്ട് അവൻ എത്രമാത്രം വേട്ടയാടപ്പെടുന്നു എന്ന് എപ്പോഴും ഈ അമ്മ മനസ്സിൽ കരുതിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അമ്മയായിരിക്കുക എന്നതൊരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ ആ അനുഗ്രഹത്തിനനുസരിച്ച് തനിക്ക് വളരാൻ കഴിയുന്നില്ലല്ലോ എന്ന പരിതാപമാണ് എപ്പോഴും അവരുടെ കവിതകളിൽ നമുക്ക് കേൾക്കുന്നതിന് വേണ്ടി കഴിയുക. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളോട് വലിയ മമതാബന്ധം ആ കവിഹൃദയം കാത്തു സൂക്ഷിച്ചു. ദൈവങ്ങൾക്ക് പോലും കുട്ടികൾ എത്രത്തോളം പ്രിയം നൽകുന്നതാണ് എന്ന് അവർ തൻ്റെ കവിതയിൽ നമ്മളോട് പറഞ്ഞു വെക്കുകയും ചെയ്തു. അസ്താചലസ്ഥിതം സൂര്യരശ്മിച്ചലാൽ എത്തി നോക്കി ചില തേജസ്വരൂപികൾ, കൗതുക വസ്തുവോ നിർജ്ജര ശ്രേണിക്ക് കാൽക്ഷണാൽ മായും മനുഷ്യൻ്റെ ശൈശവം എന്ന ആ വരികളുണ്ടല്ലോ. സായാഹ്നത്തിൽ വേണുനാദം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ അസ്തമന സൂര്യൻ നോക്കുന്നതാണ് ബാലാമണിയമ്മ വർണ്ണിക്കുന്നത്. പക്ഷേ ആ സുവർണ മരീചികൾ ആ കുഞ്ഞിനെ തലോടിപ്പോകുന്നതിനെ ദേവന്മാർ വന്ന് കൗതുകത്തോടെ ഒരു കുട്ടിക്കാലത്ത് നോക്കി നിൽക്കുന്നത് എങ്ങനെ എന്ന് ആ കവി എഴുതി വയ്ക്കുന്നു. ജരാനരകളില്ലാത്ത, ശൈശവ ബാല്യ കൗമാരമോ യൗവനമോ ഒന്നുമില്ലാത്ത ദേവന്മാർക്ക് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം, പ്രത്യേകിച്ചും അവൻ്റെ നിഷ്കളങ്കമായ ശൈശവം നൽകുന്ന ആനന്ദമാണ് അസൂയാർഹമായ രൂപത്തിലുള്ള ആ എത്തിനോക്കലെന്ന് ബാലാമണിയമ്മ പറഞ്ഞു വയ്ക്കുന്നു. അവരുടെ കവിതകൾ കാണുന്ന ഈ മാതൃഹൃദയത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രൂപമാണ് നാം ഇപ്പോൾ പരിഗണനാർഹമായി വായനയ്ക്കെടുക്കുന്ന മഴുവിൻ്റെ കഥ എന്ന് പറയുന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള വായനാ മത്സരത്തിലും മുതിർന്നവർക്ക് വേണ്ടിയുള്ള ഇരുവിഭാഗങ്ങളിൽപ്പെട്ട വായനാ മത്സരത്തിലും മഴുവിൻ്റെ കഥ എന്ന കാവ്യത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൃതിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഭാരതീയമായിരിക്കുന്ന ചില
ഐതിഹ്യങ്ങളും പുരാണ കഥകളും മനസ്സിലുണ്ടാകണം. ഭാരതീയമായിരിക്കെ തന്നെ മഴുവിൻ്റെ കഥ തികച്ചും കേരളീയമായിരിക്കുന്ന ഒരു മിത്തിനെയും ഐതിഹ്യത്തെയും ക്രമേണ മാനവ വികാസ പരിണാമത്തിൻ്റെ ചരിത്രത്തെയും അടയാളപ്പെടുത്തുന്നു എന്ന കാര്യം ഓർക്കുക. ബ്രാഹ്മണാധിപത്യത്തിലേക്ക് ഈ മണ്ണിനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ച ആളുകൾ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിലൊന്നാണ് പരശുരാമ കഥ എന്ന് പറയുന്നത്. കേരളോൽപ്പത്തി കഥ എന്ന പേരിൽ അത് പല രൂപത്തിലായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ബ്രഹ്മഹത്യാ പാപം തീർക്കുന്നതിനു വേണ്ടി ബ്രാഹ്മണരെ കൊന്നതിലുള്ള അനവധി തരത്തിലുള്ള പശ്ചാത്താപം, അതുപോലെ തന്നെ ക്ഷത്രിയന്മാരോട് കാണിച്ച വലിയ രൂപത്തിലുള്ള ക്രൂരത, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ക്രൗര്യം നിറഞ്ഞ ജീവിതത്തിൻ്റെ പാപങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പരശുരാമൻ കേരളത്തിലേക്ക് വരികയും അറബിക്കടലിൻ്റെ തീരത്ത് നിന്ന് മഴുവെറിഞ്ഞ് കേരളത്തെ വീണ്ടെടുക്കുകയും ആ ലഭിച്ച മണ്ണിനെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആ കഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് കവികൾ പലരും അതിനെ വാഴ്ത്തിപ്പാടുക തന്നെ ചെയ്തു. ഭാർഗവക്ഷേത്രം എന്ന അഭിമാനത്തോടെ പറഞ്ഞ കവികളും നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ മുത്തശ്ശൻ്റെ വെൺമഴുവിൽ നിന്നാണ് നാടുണ്ടായത് എന്നും ആ വെൺമഴുവിൻ്റെ മുൻപിൽ നമസ്കരിക്കേണ്ടവരാണ് നമ്മൾ എന്നും പല കവികളും പറഞ്ഞു വെച്ചപ്പോഴാണ് ആ മഴുവിൻ്റെ കഥ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ബാലാമണിയമ്മ വിശദീകരിക്കുന്നത്. ഇത് കാലാന്തരത്തിലുള്ള പരശുരാമൻ്റെ ഒരു ചിന്ത എന്ന രൂപത്തിൽ ഒരു ഡ്രമാറ്റിക് മോണലോഗ്, നാടകീയ സുഗതാഖ്യാനം പോലെയാണ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബാലാമണിയമ്മ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരു ജീവിതം അതിൻ്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുമ്പോൾ താൻ ജീവിച്ചു പോയ നിഷ്ഫലമായൊരു ജീവിതത്തെ ഒരു മനുഷ്യൻ എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു എന്നത് ഈ പുസ്തകത്തിൻ്റെ ആകത്തുകയാണ്. നമുക്കറിയാം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ആഘോഷങ്ങളിലൊന്ന് ഓണം തന്നെയാണ്. യഥാർത്ഥത്തിൽ ബലി അഥവാ മഹാബലി, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യാഗമനുഭവിക്കുക എന്ന ആ വലിയ രൂപത്തിലുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയെയാണ് കേരളം എപ്പോഴും അംഗീകരിച്ചിട്ടുള്ളത്. ആരെന്തു പറഞ്ഞാലും ഏത് ഭുജവീര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടെടുത്തതാണ് എന്ന് ആര് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ നാട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് മഹാബലിയോടാണ്. അതുകൊണ്ട് തന്നെ പരശുരാമൻ ചിന്തിക്കുന്നത്, താൻ വീണ്ടെടുത്തു കൊടുത്ത ഈ നാടിനെ തൻ്റെ ഭൂമിയായി ആരാധിക്കേണ്ടുന്ന, തന്നെ ബഹുമാനിക്കേണ്ടുന്ന ഒരു ജനത എത്ര വേഗമാണ് വഴിമാറി സഞ്ചരിച്ച് ഒരസുര രാജാവിൻ്റെ പിന്നാലെ ആഘോഷത്തിമിർപ്പോടെ നടക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ പരശുരാമൻ്റെ മനസ്സിലേക്കുള്ള, ആ മനസ്സിനകത്ത് കാണുന്ന വൈവിധ്യമേറിയ ചിന്തകളിലേക്ക്, അതിൻ്റെ പശ്ചാത്താപ ബോധങ്ങളിലേക്ക് ഒരു കവിഹൃദയം അതിൻ്റെ മാതൃവാത്സല്യത്തോടെ കടന്നു ചെല്ലുന്നതാണ് ഈ കവിതയുടെ സ്വഭാവം എന്ന് പറയുന്നു. മഹേന്ദ്രാചല പർവ്വതത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കേരളക്കരയുടെ ചിത്രം നമുക്ക് അറിയാം. പച്ച നാക്കില വെച്ചതുപോലെ എന്ന ആ ഉപമാനത്തിൽ നിന്ന് തന്നെ ഹരിതാപമായി കിടക്കുന്ന മനുഷ്യാധ്വാനത്തിൻ്റെ വലിയ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്ന വലിയ രൂപത്തിലുള്ള ഒരു ജനസഞ്ചയത്തിൻ്റെ വർദ്ധിതോത്സാഹത്തിൻ്റെ ചിത്രം നാം മനസ്സിലാക്കും. ആ കേരളക്കരയിൽ നടക്കുന്ന ആഘോഷങ്ങളെ നോക്കി പരശുരാമൻ നടത്തുന്ന ആത്മകഥമാണ് ഈ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. എൻ നാട് ചമയുമ്പോൾ, എൻ പൗരൻ മോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഓർക്കാത്തത് എന്ന ആ ചോദ്യം. പക്ഷെ ആരെ ഓർക്കണം എന്നത് വളരെ കൃത്യമാണ്. താൻ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ ഓരോന്നോരോന്നായി ആ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അത് തെറ്റാണ് എന്ന് പരശുരാമന് തോന്നുന്നുണ്ടോ, അതിനകത്ത് കുറ്റബോധമുണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം.
അച്ഛൻ്റെ ആജ്ഞ സ്വീകരിച്ച് അമ്മയുടെ തല വെട്ടിക്കളഞ്ഞത്, സഹോദരന്മാരോട് പല രൂപത്തിലായി കലഹിച്ചു നിന്നത്, വീണ്ടും ആ മാതാവിനെ കൂട്ടിയോജിപ്പിച്ചത്, അങ്ങനെ ജമദഗ്നിയുടെയും രേണുകയുടെയും ജീവിതത്തിനകത്തൊരു മകൻ ഏത് രൂപത്തിലാണ് പിതാവിനോട് കൂറ് കാണിക്കുകയും മാതാവിനോട് അകന്നു പോവുകയും ചെയ്തത് എന്ന് നാം ശ്രദ്ധിച്ച് ആ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി വായിച്ചെടുക്കേണ്ടതുണ്ട്. അമ്മയാണ് വലുത് എന്ന് വിശ്വസിക്കുമ്പോഴും അച്ഛൻ്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ തൻ്റെ മഴു എത്ര പെട്ടെന്നാണത് പ്രയോഗിച്ച് ആ വാക്കു പാലിച്ചത് എന്നും അതിനുശേഷം തിരിച്ചു കിട്ടിയ അമ്മ എത്രമാത്രം നഷ്ടപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന പരശുരാമൻ്റെ തേങ്ങൽ നാം കാണും. എത്ര ജനപഥങ്ങളിലൂടെയാണ് ആ മഴ സഞ്ചരിച്ചത് എന്ന് നമുക്കറിയാം. ആരാരെല്ലാം ആവശ്യപ്പെടുന്നുവോ അവർക്കെല്ലാം തൻ്റെ ശരീരവും തൻ്റെ ഭുജവീര്യവും പങ്കുവെച്ചു കൊടുക്കുന്ന പോരാളിയായിരുന്നു പരശുരാമൻ. കാർത്തവീര്യാർജുനനോടുണ്ടായിരുന്ന പക, അത് വളർന്ന് താൻ നടത്തിയ വലിയ വലിയ യുദ്ധങ്ങൾ, അതിലുണ്ടായ രക്തച്ചൊരിച്ചിലുകൾ, അങ്ങനെ ചോര പല രൂപത്തിലായി പറ്റിപ്പിടിച്ച തൻ്റെ കൈകളിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കുന്ന ആ വെൺമഴുവാണ് യഥാർത്ഥത്തിൽ ഈ തീരത്ത് വന്ന് താൻ സമുദ്രത്തിലേക്ക് എറിഞ്ഞത് എന്ന് ഈ മനുഷ്യൻ ഓർക്കുന്ന സമയത്ത്, മനുഷ്യൻ എന്നതിനകത്ത് പുരുഷൻ എന്ന വാക്ക് നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെ എന്ന് ഈ കവയിത്രി നമുക്ക് കാണിച്ചു തരുന്നു. യഥാർത്ഥത്തിൽ പുരുഷാധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ വർദ്ധിത വീര്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് പരശുരാമൻ്റെ ജീവിത കഥയെ ഈ കൃതിയിൽ നമുക്ക് വായിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിയുക. ആർഷഭാരതം എന്ന് നാം അഭിമാനത്തോടെ പറയാറുണ്ട്. ഋഷി എന്ന വാക്കിൽ നിന്നാണ് ആർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ത്യൻ കൃഷി പാരമ്പര്യം എന്ത് എന്നത് നിങ്ങൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ബാലാമണി അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. പാരിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, പാരിൻ്റെ നന്മയ്ക്കത്രേ പാഴ്വൻപ് കാട്ടാനല്ലി ആരണ്യ പിതാക്കൾ തന്നെ ആത്മീയ ധനം കുഞ്ഞേ എന്ന വരികൾ ഈ കാവ്യം വായിച്ചവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം. ആരണ്യപിതാക്കൾ വനസഞ്ചാരികളായ സത്യാന്വേഷികളായ മഹർഷിമാർ സഞ്ചരിച്ച വഴികൾ ഓർക്കുക. അവരെല്ലാം മനുഷ്യൻ്റെ കണ്ണുനീരിൻ്റെ അടുത്തേക്ക് ദയയുള്ള മനസ്സോടുകൂടി കയറി ചെന്നവരാണ്. വാൽമീകിയുടെ ജീവിതം നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെ ആ മനുഷ്യൻ കൂട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തെ ആശാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നികടത്തിൽ മതീയമാശ്രമം മകളെ പോരിക തോർക്ക നിൻഗ്രഹം അകളങ്കമിവണ്ണ മോദിയൻ അകമൊട്ടാറ്റി പിതൃപ്രിയൻ മുനി എന്ന വരികൾ നാം ഓർക്കുക. തൻ്റെ ഗൃഹത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ആ പിതൃഹൃദയത്തിൻ്റെ വാത്സല്യം നാം കാണും. ജന്മന അനാഥയായ ഒരു പെൺകുട്ടിയെ ഏതർത്ഥങ്ങളിലെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ടോ അതെല്ലാം നൽകിയ ആ മനുഷ്യനെ നാം ഓർക്കുക. അവിടെയാണ് ബാലാമണി അമ്മയുടെ വാക്കുകൾ, പാരിൻ്റെ നന്മയ്ക്കത്രേ പാഴ്വൻപു കാട്ടാനല്ലീ ആരണ്യ പിതാക്കൾ തൻ ആത്മീയ ധനം കുഞ്ഞേ എന്ന വരികൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു.